നമസ്കാരം, ഞാൻ അഹ്ല നഹാസ്. എല്ലാവർക്കും ബിറ്റ് ലേണേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇസഡ് ടെസ്റ്റ് അഥവാ സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഇസഡ് ടെസ്റ്റ് പ്രോബ്ലം പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ നമുക്ക് ഇസഡ് ടെസ്റ്റിൻ്റെ ഫോർമുലാസ് നോക്കാം. ഏതൊക്കെ ഫോർമുലാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇസഡ് ടെസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ആദ്യത്തെ ഫോർമുല ഇസഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആർ is equal to log 1 plus r divided by 1 minus r into 1.1513. എന്താണ് ആദ്യത്തെ ഫോർമുല? ഇസഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആർ. ആർ എന്ന് ഇവിടെ സിംപ്ലിഫൈ ചെയ്യണ എന്തിനെയാണ്? കോറിലേഷൻ ഓഫ് സ്മോൾ സാമ്പിൾസിനെയാണ് ഇവിടെ ആർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ് ഇസഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആർ എന്ന് പറയുന്നത്? എന്താണ്? സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇൻ സ്മോൾ സാമ്പിൾസ്. സ്മോൾ സാമ്പിൾസിൻ്റെ കോറിലേഷനാണ് ഇവിടെ ആർ എന്ന് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഫോർമുല എന്താണ്? ലോഗ് 1 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ഇൻറ്റു 1.1513. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. ഇനി അടുത്ത ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് എറർ SE എന്നും പറയും. സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n-3. 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n-3 ആണ് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഇസഡ് ടെസ്റ്റിന്. ഇനി അടുത്തത് ഇസഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോറിലേഷൻ ഇൻ ദ യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ. നമുക്കൊരു പോപ്പുലേഷൻ സാമ്പിളിൽ എങ്ങനെ ഇസഡ് ടെസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ കോറിലേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ലോഗ് 1 പ്ലസ് പി ഡിവൈഡഡ് ബൈ 1 മൈനസ് പി ഇൻറ്റു 1.1513. എന്താണ് പോപ്പുലേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ലോഗ് 1 പ്ലസ് പി ഡിവൈഡഡ് ബൈ 1 മൈനസ് പി ഇൻറ്റു 1.1513. അപ്പോൾ നമുക്ക് സ്മോൾ സാമ്പിൾസും പോപ്പുലേഷൻ സാമ്പിൾസും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന് നമുക്ക് കിട്ടി. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വാല്യൂ ഓഫ് ഇസഡ്. ഇസഡിൻ്റെ വാല്യൂ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇസഡ് വാല്യൂ ഈസ് ഈക്വൽ ടു ഇസഡ് എസ് മൈനസ് ഇസഡ് പി ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ നമുക്ക് ഇസഡ് എസ് എന്ന് എന്താണെന്ന് മനസ്സിലായി. എസ് എന്ന് പറയുന്നത് ആർ തന്നെയാണ്. സ്മോൾ സാമ്പിൾസിന് ഇസഡ് ആർ എന്നോ ഇസഡ് എസ് എന്നോ പറയാം. ഇവിടെ എസ് എന്ന് എഴുതിയേക്കുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സ്മോൾ സാമ്പിൾസ് ഇസഡ് എസ് മൈനസ് ഇസഡ് പി എന്ന് പറയുന്ന പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച ഫോർമുല. ആ ഫോർമുലയിൽ കിട്ടുന്ന ആൻസറും സ്മോൾ സാമ്പിൾസിന് കിട്ടുന്ന ആൻസറും കൂടി മൈനസ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഡിവൈഡഡ് ബൈ നമ്മൾ കണ്ടുപിടിച്ച സ്റ്റാൻഡേർഡ് എറർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഓഫ് ഇസഡ് കിട്ടും. അപ്പോൾ എന്താണ് വാല്യൂ ഓഫ് ഇസഡ് കിട്ടും. അപ്പോൾ നമുക്ക് ഫോർമുലേഷൻ ആദ്യത്തെ ഫോർമുല എന്താണ്? സ്മോൾ സാമ്പിൾസിൻ്റെ ഫോർമുല ലോഗ് 1 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ഇൻറ്റു 1.1513. സ്റ്റാൻഡേർഡ് എററിൻ്റെ ഈസിക്കൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n-3. ഇസഡ് ട്രാൻസ്ഫോർമേഷൻ പോപ്പുലേഷൻ്റെ ഫോർമുല എന്താണ്? ലോഗ് 1 പ്ലസ് പി ഈസിക്കൽ ടു 1 മൈനസ് പി ഇൻറ്റു 1.1513. വാല്യൂ ഓഫ് ഇസഡ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്മോൾ സാമ്പിൾസ് മൈനസ് പോപ്പുലേഷൻ സാമ്പിൾസ് ഡിവൈഡഡ് ബൈ SE സ്റ്റാൻഡേർഡ് എറർ. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? എ കോറിലേഷൻ കോഎഫിഷ്യന്റ് 0.5 is discovered in a sample of 19 pairs. Apply ഇസഡ് ടെസ്റ്റ്. 19 pairs ഓഫ് സാമ്പിളിൽ കോഎഫിഷ്യൻ കോറിലേഷൻ തന്നേക്കുന്നത് എത്രയാണ്? 0.5. ഇനി ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദിസ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം പോപ്പുലേഷൻ കോറിലേഷൻ ഓഫ് 0.3. 0.3 എന്ന് ഇത് 0.3 എന്ന് തന്നേക്കണ എന്താണ്? കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പോപ്പുലേഷൻ കോറിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 0.3. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? പോപ്പുലേഷൻ കോറിലേഷൻ തന്നിട്ടുണ്ട് 0.3. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സാമ്പിൾ എന്ന് പറയുന്ന സ്മോൾ സാമ്പിൾ എത്രയാണ്? 0.5. എത്ര പെയറിൻ്റെയാണ്? 19 പെയറിൻ്റെയാണ്. 19 പെയറിൻ്റെയാണ് തന്നിരിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ സ്മോൾ സാമ്പിൾസും തന്നിട്ടുണ്ട്, പോപ്പുലേഷൻ യൂണിവേഴ്സ് സാമ്പിൾസും തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഈ പോപ്പുലേഷൻ സാമ്പിൾസ് ആണോ സ്മോൾ സാമ്പിൾസിനെയും കാട്ടി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇസഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യമേ കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യത്തെ ഫോർമുല എന്താ? സ്മോൾ സാമ്പിൾസ്. പക്ഷേ
നമ്മൾ ഫോമുല എഴുതുന്ന മുമ്പേ നമ്മൾക്ക് ഇത് ആൻസർ കറക്റ്റാണോ ശരിയാണോ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നമ്മൾ സെറ്റ് ആക്കണം. ആദ്യമേ നമുക്ക് നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ആക്കാം. H0 ഈസ് ഈക്വൽ ടു RP ഈസ് ഈക്വൽ ടു RS. അപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് നമുക്ക് എഴുതാം. നൾ ഹൈപ്പോത്തിസിസ് ഈസ് ഈക്വൽ ടു H0 is equal to RP is equal to RS. RP എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ പോപ്പുലേഷൻ ഈസ് ഈക്വൽ ടു സാമ്പിൾ സ്മോൾ സൈസ് സാമ്പിൾ. അപ്പം പോപ്പുലേഷൻ ഈസ് ഈക്വൽ ടു സ്മോൾ സൈസ് സാമ്പിൾ. അതാണ് ആദ്യത്തെ നൾ ഹൈപ്പോത്തിസിസ്. അടുത്തത് എന്താ? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ്. RP ഈസ് നോട്ട് ഈക്വൽ ടു RS. പോപ്പുലേഷൻ സാമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ സാമ്പിളിന് നോട്ട് ഈക്വൽ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, നമ്മളിത് എഴുതി. നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും എഴുതി. ഇനി അടുത്തത് നമുക്ക് എന്താ? ഫസ്റ്റ് ഫോമുല കണ്ടുപിടിക്കാം. ഏതാണ് ഫസ്റ്റ് ഫോമുല? ഇസഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു സ്മോൾ സാമ്പിൾസിൻ്റെ ഫോമുലയാണ് നമ്മൾ ആദ്യം എഴുതണം. ഇസഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു log 1 plus R divided by 1 minus R into 1.1513. അപ്പോൾ എന്താണ് ഫോമുല? log 1 plus R divided by 1 minus R into 1.1513. ഓക്കെ, നമുക്കിത് കണ്ടുപിടിക്കാം. ലോഗ് കാൽക്കുലേറ്ററിൽ നമുക്ക് കണ്ടുപിടിക്കാനേ ഉള്ളൂ. ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ലോഗ്, അടുത്തത് ലോഗ് 1 പ്ലസ് R. ഇവിടെ തന്നിരിക്കുന്ന R എത്രയാണ്? സ്മോൾ സാമ്പിൾ എത്രയാണ് തന്നിരിക്കുന്നത്? 0.5. കറക്റ്റ്, 0.5 ആണ് നമുക്ക് തന്നിരിക്കുന്നത് സ്മോൾ സാമ്പിൾ. അപ്പോൾ R എന്ന് പറഞ്ഞ് ഇവിടെ എഴുതേണ്ട എത്രയാണ്? 0.5, 0.5. അപ്പോൾ ലോഗ് 1 പ്ലസ് 0.5 ഡിവൈഡഡ് ബൈ 1 minus 0.5 into 1.1513. ഓക്കെ, നമ്മളത് എഴുതി. ഈസ് ഇക്വൽ ടു 1 plus 0.5 ഈസ് ഇക്വൽ ടു 1.5 ഡിവൈഡഡ് ബൈ 1 minus 0.5 ഈസ് ഇക്വൽ ടു 0.5. അതിന് ലോഗ് 3 ആയിട്ട് നമുക്ക് കിട്ടും. ഇൻറ്റു 1.1513 എഴുതുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.5493 കിട്ടും. എത്ര കിട്ടും നമുക്ക്? 0.5493. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യമേ കിട്ടിയത്? സ്മോൾ സാമ്പിളിൻ്റെ ഫോമുലേഷൻ ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോപ്പുലേഷൻ്റെ സാമ്പിൾ. യെസ്, കറക്റ്റ്. പോപ്പുലേഷൻ്റെ സാമ്പിൾ നമ്മൾ കണ്ടുപിടിക്കണം. പോപ്പുലേഷൻ്റെ സാമ്പിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ എന്താണ്? ലോഗ് 1 പ്ലസ് പി ഡിവൈഡഡ് ബൈ 1 മൈനസ് പി ഇൻറ്റു 1.1513. അപ്പോൾ ആദ്യമേ നമ്മൾക്ക് എഴുതാം ഇസഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് പി, അല്ലെങ്കിൽ ഇസഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് യൂണിവേഴ്സ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ. ഇസഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് പി. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷനാണ് എഴുതാൻ പോകുന്നത്. ലോഗ് 1 plus p divided by 1 minus p into 1.1513. നമ്മൾ ഇക്വേഷൻ എഴുതി. ഇനി ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പോപ്പുലേഷൻ തന്നിട്ടുണ്ടോ? യെസ്, തന്നിട്ടുണ്ട്. എത്രയാണ് നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട്? 0.3 എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിട്ടുള്ള പോപ്പുലേഷൻ. അപ്പോൾ നമുക്കിത് കമ്പ്യൂട്ട് ചെയ്യാം. ലോഗ് 1 പ്ലസ് പി എന്ന് പറയുന്നത് എത്രയാണ്? 0.3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.3 ഇൻറ്റു 1.1513. ഓക്കെ, ഇനി ഇത് നമ്മൾക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ലോഗ് 1 പ്ലസ് 0.3 എത്ര കിട്ടും? ലോഗ് 1.3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.3 എത്രയാണ്? 0.7 ഇൻറ്റു 1.1513. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.3075 കിട്ടും. 0.3075. അപ്പോൾ നമുക്ക് പോപ്പുലേഷൻ കിട്ടി, സ്മോൾ സാമ്പിൾസും കിട്ടി. ഇനി അടുത്ത എന്താണ്? യെസ്, സ്റ്റാൻഡേർഡ് എറർ നമ്മൾ കണ്ടുപിടിക്കണം.
സ്റ്റാൻഡേർഡ് എററിൻ്റെ ഫോമുല എന്താണ്? 1/√(n-3). ഇവിടെ n എന്താണ്? നമ്മൾക്ക് n എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? യെസ്, തന്നിട്ടുണ്ട്. നമുക്ക് സാമ്പിൾസ് എത്ര പെയേഴ്സാണ് തന്നിട്ടുള്ളത്? 19 പെയേഴ്സ്. കറക്റ്റ്, 19 പെയേഴ്സാണ് സാമ്പിൾസ് തന്നിട്ടുള്ളത്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതേണ്ട എത്രയാണ്? 19. അപ്പം നമുക്ക് എഴുതാം സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു 1/√(n) എത്ര? 19. 19 - 3. അപ്പം ഈസ് ഈക്വൽ ടു 1/√(90 - 3) എന്ന് പറയുന്നത് എത്രയാണ്? 1/√16. അത് എത്ര കിട്ടും? 0.25. 0.25 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സ്റ്റാൻഡേർഡ് എറർ കിട്ടി. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ഇസഡ് കണ്ടുപിടിക്കാനുള്ള എല്ലാ ഐറ്റംസും കിട്ടിയോ എന്ന് നോക്ക്. യെസ്, നമുക്ക് കിട്ടി. സ്മോൾ സാമ്പിൾസ് കിട്ടി, പോപ്പുലേഷൻ കിട്ടി, സ്റ്റാൻഡേർഡ് എറർ കിട്ടി. ഇനി അടുത്തത് നമ്മൾ എന്താ? വാല്യൂ ഓഫ് ഇസഡ് കണ്ടുപിടിക്കും. വാല്യൂ ഓഫ് ഇസഡിൻ്റെ ഫോമുല എന്താണ്? വാല്യൂ ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ZS മൈനസ് ZP. ZS മൈനസ് ZP ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് എറർ. ഇനി നമുക്ക് നോക്കാം. ഈസിക്കൽ ടു, ഇനി എത്രയാണ് എമൗണ്ട് നമുക്ക് എഴുതാം? ZS എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടി? ZS എന്ന് പറയുന്നത് 0.5493. നമുക്ക് എത്ര കിട്ടി? 0.5493. അത് എഴുതുക. മൈനസ് ZP എത്ര കിട്ടി നമുക്ക്? 0.3075. 0.3075 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എത്ര? 0.25. അപ്പം നമുക്ക് എന്താ കമ്പ്യൂട്ട് ചെയ്യുമ്പം മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.2418 കിട്ടും. 0.2418 ഡിവൈഡഡ് ബൈ 0.25 എത്ര കിട്ടും ആൻസർ? 0.9672. 9672. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ കിട്ടും? ഏതാണ് അക്സെപ്റ്റ് ആവണമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ആവണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? ടേബിൾ വാല്യൂ വേണം. ഇസഡിൻ്റെ ടേബിൾ വാല്യൂ വേണം. നമ്മൾ ഇപ്പം ക്വസ്റ്റ്യനിൽ ടേബിൾ വാല്യൂ തന്നിട്ടില്ല, നമ്മൾക്ക് ഒരു റേഷ്യോ ഒന്നും പറഞ്ഞിട്ടില്ല, ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്നും തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 0.05ൻ്റെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുത്തിട്ട് അതിൽ നിന്ന് ഇൻഫിനിറ്റി നമ്പറിൻ്റെ ഡിജിറ്റ് വേണം നമ്മൾ എടുക്കാൻ. ഇൻഫിനിറ്റി നമ്പറും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 കൂട്ടിമുട്ടുന്ന ഇൻ്റർസെക്ഷൻ പോയിൻറ്റിൻ്റെ നമ്പർ വേണം നമ്മൾ ക്വസ്റ്റ്യനിൽ എടുക്കുക. എപ്പം നമുക്കൊന്നും തന്നിട്ടില്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യനിൽ നമുക്ക് തരൂല. അതുകൊണ്ട് സെയിം എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് 1.96. അത് തന്നെ എടുക്കേണ്ടത്. അപ്പം നമ്മൾ ടേബിൾ വാല്യൂ എത്രയാണ് ഇസഡിൻ്റെ? 1.96. അപ്പം നമുക്ക് നോക്കാം നൾ ഹൈപ്പോത്തസിസ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും മാച്ച് ആവുന്നുണ്ടോയെന്ന്. അപ്പം നമുക്ക് കിട്ടിയ വാല്യൂ ഓഫ് ഇസഡ് എത്രയാണ്? 0.96 ആണ് നമുക്ക് കിട്ടിയത്. അപ്പം നമ്മൾ ടേബിൾ വാല്യൂവും നമുക്ക് കിട്ടിയ വാല്യൂവും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതാണ് കൂടുതൽ? ടേബിൾ വാല്യൂ ആണ് കൂടുതൽ. 1.96 നമുക്ക് കിട്ടിയ ടേബിൾ വാല്യൂ ആണ് കൂടുതലും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 0.96. അപ്പം എന്താണ്? കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 0.96 which is less than the table value of Z is equal to 1.96. Hence null hypothesis എന്താവും? അക്സെപ്റ്റ് ആവും. എന്തുകൊണ്ട്? നമ്മൾ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂവിനെയും കാട്ടി കൂടുതലായതുകൊണ്ട് നമ്മളെ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ആവും. നമ്മളെ നൾ ഹൈപ്പോത്തസിസ് എന്തോന്നായിരുന്നു? പോപ്പുലേഷൻ ഈസ് ഈക്വൽ ടു സ്മോളർ സാമ്പിളും പോപ്പുലേഷന് ഈക്വൽ ആയിരിക്കും എന്നായിരുന്നു നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് ഈസ് അക്സെപ്റ്റഡ് എന്ന് നമ്മൾ എഴുതണം. ദ ഡിഫറൻസ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻ്റ് എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ച്? സ്മോൾ സാമ്പിളിൻ്റെ ഇക്വേഷൻ വെച്ച് നമ്മൾ സ്മോൾ സാമ്പിൾ കണ്ടുപിടിച്ച്, പോപ്പുലേഷൻ്റെ കണ്ടുപിടിച്ച്, സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാല്യൂ ഓഫ് ഇസഡ് കണ്ടുപിടിച്ചു. വാല്യൂ ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇസഡ് ആണ്. അതിനെ നമ്മൾ എന്ത് വെച്ച് കമ്പയർ ചെയ്യണം?
വാല്യൂ ഓഫ് ഇസഡ് ടേബിൾ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യണം. ക്വസ്റ്റ്യനിൽ ടേബിൾ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻഫിനിറ്റി ഡിഗ്രി ഓഫ് ഫ്രീഡമും എടുക്കണം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 എടുത്ത് 1.96 എന്ന് പറയുന്ന എമൗണ്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. അത് വെച്ച് വേണം നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമുക്ക് നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ആവും. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ആയി. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് ഇല്ല എന്നാണ് കാണിക്കുന്നത്. താങ്ക് യു.